തെരഞ്ഞെടുപ്പ് പ്രചാരണ കോലാഹലങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി 2 നാൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയുടെ ശാന്തതയിൽ ധ്യാനം. വൈകിട്ട് 4:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നാവികസേനയുടെ ഹെലികോപ്റ്ററിലാണ് കന്യാകുമാരിയിലേക്ക് തിരിച്ചത്. പ്രദേശം കനത്ത സുരക്ഷാ വലയത്തിലാണ്. VA ഗിരീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി കന്യാകുമാരിയിൽ നിന്ന്. ഗിരീഷ്, ധ്യാനം ആരംഭിച്ചോ? അനുജ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5:10 കൂടിയാണ് കന്യാകുമാരിയിൽ എത്തിച്ചേർന്നത്. ഇതിനുശേഷം ഹെലിപ്പാഡിൽ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലെത്തിയ അദ്ദേഹം പിന്നീട് PWD ഗസ്റ്റ് ഹൌസിലേക്ക് പോയി. അവിടെ നിന്ന് ഇപ്പോൾ കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുകയാണ്. ദർശനത്തിന് ശേഷമാകും അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോവുക. ഇപ്പോൾ ക്ഷേത്രത്തിൽ ദർശനത്തിന് അദ്ദേഹം എത്തിയിരിക്കുന്നു. ദർശനത്തിൽ അവിടെ നടക്കുന്ന പൂജകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ആരതി ഒഴിയുന്ന ചടങ്ങിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനുശേഷമാണ് അല്പസമയം കൂടി കഴിയുമ്പോൾ അദ്ദേഹം റോക്ക് ജെട്ടിയിൽ ബോട്ടിൽ അദ്ദേഹം കയറുകയും അവിടെ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം മനസ്സിലാകുന്നത്. 6:20 കൂടി അദ്ദേഹം വിവേകാനന്ദ പാറയിൽ എത്തുകയും നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് അവിടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും വിവേകാനന്ദ പാറയിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു. മുമ്പ് സ്വാമി വിവേകാനന്ദ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് തിരിക്കും. അതിനുശേഷം അദ്ദേഹം 2 ദിവസം അവിടെ ധ്യാനമിരിക്കും. വിവേകാനന്ദ പാറയിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ ഇടത്ത് തന്നെയാണ് നരേന്ദ്രമോദിയും ധ്യാനമിരിക്കുക. 45 മണിക്കൂർ ധ്യാനത്തിന് ശേഷം അദ്ദേഹം മടങ്ങിപ്പോകും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.